ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ വി ഫോർ ബ്രൈഡ്സ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ക്ലീനപ്പ് എല്ലാവരും ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹെയർ കളർ ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള ഹെയർ കളേഴ്സ് ഉണ്ട്. ലോറിയൽ, മെട്രിക്സ്, സ്ട്രീക്സ് അങ്ങനെ തുടങ്ങി പല തരം കമ്പനികളുടെ ഹെയർ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നിഷ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെയർ കളറാണ്. അപ്പം ഞാൻ അത് ഏതാണെന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് നിഷ പ്രൊഫഷണലിൻ്റെ ഹെയർ കളർ ബ്ലാക്ക്. അപ്പം ഇതിൽ 2 ബോട്ടിൽസ് ആയിരിക്കും വരുന്നത്. ആ ബോട്ടിൽ ഈക്വൽ മിക്സ് ചെയ്താണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം അവരിപ്പോൾ നമുക്ക് പറയുന്ന ടൈം 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ്സ് ആണ് അവർ നമുക്ക് പറയുന്ന ടൈം. പക്ഷേ നമുക്ക് 30 മിനിറ്റ്സിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു 15 to 25 മിനിറ്റ്സിനുള്ളിൽ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇത് മിക്സ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് പോകാം. കസ്റ്റമറുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന വിധം കാണാം. നമ്മളിപ്പോൾ ഹെയർ കളറിലെ ആദ്യമത്തെ ഹെയർ കളർ ജെല്ല് ആഡ് ചെയ്തിരിക്കുകയാണ്. ഒരു മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് കളർ കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി നമ്മളത് ബൗളിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഇനി അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഈ ഹെയറിലേക്കാണ് ഹെയർ കളർ ബ്ലാക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നിഷ പ്രൊഫഷണലിൻ്റെ ഹെയർ കളർ ബ്ലാക്ക് ആണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്തതെന്നും മിക്സ് ചെയ്യുന്നതെന്നും നോക്കാം. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അത് കസ്റ്റമറുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി നമ്മളിത് നന്നായിട്ട് ഓരോ ഹെയറിലും പാർട്ട് ചെയ്ത് ഓരോ ഹെയറിലും അപ്ലൈ ചെയ്ത് ഫുള്ള് കോംബ് ചെയ്ത് ഫുൾ ഹെയറിലേക്കും ഇതാക്കിയിരിക്കണം. ഇനി നമുക്ക് ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ ഹെയറിൽ ഫുള്ള് ഹെയർ കളർ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു 15 to 25 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് കാണാം. ഫൈനലി ഉള്ള റിസൾട്ടാണ് ഈ കാണുന്നത്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ നമ്മൾ എങ്ങനെ ഹെയർ കളർ ചെയ്തതെന്നും എത്ര സമയമേ വെക്കുന്നതെന്നും. അപ്പോൾ ഇതിൽ പാക്കറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് 30 മിനിറ്റ്സ് എന്നാണ്. മിക്ക കസ്റ്റമേഴ്സിനും 30 മിനിറ്റ്സ് നമുക്ക് വെക്കേണ്ട ആവശ്യം വരില്ല. ഒരു 20 to 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും അത് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാവും അത് അതിൻ്റെ കളർ പിടിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാം. അങ്ങനെ വാഷ് ചെയ്തതാണ് നമ്മുടെ കസ്റ്റമറിൽ കണ്ടത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇതുപോലെ ഹെയർ കളർ ക്രീമും ഡെവലപ്പറും കൂടെ മിക്സ് ചെയ്തിട്ട് ഈക്വൽ മിക്സിംഗ് ആണ് വേണ്ടത്. ഈക്വൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തലയിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു 15 to 25 മിനിറ്റ്സിനുള്ളിൽ മിക്ക ഹെയർ കളേഴ്സും വർക്ക് ചെയ്യും. അപ്പോൾ അതിന് ശേഷം അത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല റിസൾട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകുക.